നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഒരു പതിവ് രീതിയാണല്ലോ ജനപ്രതിനിധികളുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക ചിലവഴിച്ച് എന്തെങ്കിലും നടപ്പാക്കിയാൽ അതിനു മുകളിൽ പേരെഴുതി വെക്കുക എന്നത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജ്യത്താകെയുള്ള ഒരു പതിവ് ആചാരമാണ്. ഹൈമാസ്റ്റ് ലൈറ്റ് മുതൽ കോവിഡ് കാലത്താണെങ്കിൽ സാനിറ്റൈസർ സ്ഥാപിക്കുന്ന സ്റ്റാൻഡിൽ വരെ പേരെഴുതി വെക്കാറുണ്ട്. സമീപ ദിവസങ്ങളിൽ വലിയൊരു ചർച്ച സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നുണ്ട്. അതായത് വടകര പാർലമെന്റ് അംഗമായ ഷാഫി പറമ്പിൽ 2 വീലറുകൾ വിതരണം ചെയ്യുന്നു. അർഹരായ ആളുകൾക്ക് 2 വീലറുകൾ വിതരണം ചെയ്യുന്നു. അതിൽ എഴുതി വച്ചിരിക്കുന്ന പ്രധാനമായും വലിയ രാഷ്ട്രീയ വിമർശനം CPM സൈബർ അണികൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്നുണ്ട്. അതിൽ ഈ വിതരണം ചെയ്യാൻ എത്തിച്ച 2 വീലറുകളുടെ മുകളിൽ ബഹു MP ഷാഫി പറമ്പിൽ അവറുകളുടെ പ്രാദേശിക വികസന പദ്ധതി 2024-25 എന്ന ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇതിനെ ചൂണ്ടിക്കാട്ടി CPM സൈബർ അണികൾ, ഇടത് സൈബർ അണികൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രധാനമായ ചില സൈബർ അണികളുടെ പോസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ, സർക്കാർ 4 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ലൈഫ് വീടുകളിൽ ലൈഫ് മിഷന്റെ പേരുകളില്ല. എന്നാൽ ഷാഫി പറമ്പിൽ നൽകുന്ന 2 വീലറുകളിൽ ഷാഫിയുടെ പേര്. ഇങ്ങനെ പറഞ്ഞ് പലതരം വിമർശനങ്ങൾ പിന്നീട് അങ്ങോട്ടേക്ക് പ്രയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ MP ആ സ്ഥലത്ത് തന്നെ, അതായത് വിതരണത്തിന് എത്തിച്ചപ്പോൾ, വിതരണോദ്ഘാടനമാണ് അവിടെ നടക്കുക എന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത്. അതിനിടയിൽ ഇത് കൈമാറുന്നതിന് മുൻപ് ഷാഫി പറയുന്നുണ്ട്, ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ഉദ്യോഗസ്ഥരുടെ നടപടിക്രമത്തിന്റെ ഭാഗമായാണ്. നിങ്ങൾക്ക് അത് എടുത്തു മാറ്റി, നമ്പർ പ്ലേറ്റ് മാത്രം മതി, ഇങ്ങനെയുള്ള ഈ ബ്രാൻഡിങ്, ഈ പേരെഴുതി വെക്കുന്ന പരിപാടി വേണ്ട, നിങ്ങൾ അത് എടുത്തു വെച്ച് ഉപയോഗിച്ചാൽ മതി, അത് എടുത്തു മാറ്റിയതിനു ശേഷം 2 വീലർ ഉപയോഗിച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് മാത്രം മതി കേട്ടോ, ഇത് വണ്ടി വെച്ചിട്ട് ഓടണ്ട, അത് നിങ്ങൾക്ക് മാറ്റാം. ഈ എല്ലാ വാഹനത്തിലും ഇത് അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഇത് ഇന്ന് തന്നെ ഊരി വെച്ചോളി, വണ്ടി നിങ്ങളുടെയാണ്. അതിലെ നമ്പർ, ഇതിന്റെ സർക്കാർ പറയുന്ന നമ്പർ മാത്രം മതി, അടിയത്തെ വേണ്ട കേട്ടോ. പക്ഷേ ഈ ചിത്രങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പ്രചാരണം വ്യാപകമായി. അപ്പോൾ കോൺഗ്രസ് സൈബർ അണികൾ അതിന് മറുപടിയുമായി രംഗത്ത് വന്നു. ഷാഫി എന്താണ് അവിടെ വെച്ച് ഉദ്ഘാടന വേളയിൽ പറഞ്ഞത്? ഇത് എടുത്തു മാറ്റി തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഷാഫിയെ അഭിനന്ദിച്ചുകൊണ്ടും ധാരാളം പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് അണികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനിടെ ഒരു ഗൂഢാലോചന തിയറിയുമുണ്ട്. ഇത് ആസൂത്രിതമായി ഇങ്ങനെ ഒരു ഡ്രാമ സെറ്റ് ചെയ്തതാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷേ ഷാഫി എന്ന് പറയുന്നത് വളരെ മാന്യനായ, വളരെ പ്രോമിസിംഗ് ആയ മികച്ചൊരു ലീഡറാണ്. അപ്പോൾ തന്നെ അദ്ദേഹം അത് അവിടെ പറയുകയും ആളുകളോട് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം വളരെ പ്രധാനമായും കാണേണ്ടത്, ആരാണോ ഈ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത്, സ്ഥാപിച്ച ആളുകൾ ആ 2 വീലറുകൾ അവിടെ എത്തുമ്പോഴായിരിക്കുമല്ലോ ഇത് MP കാണുക. പക്ഷെ അങ്ങനെ ഒരു ബോർഡ് ഇരിക്കണം എന്ന് കരുതുന്ന ആളുകൾ നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ, അത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ ഷാഫിയുടെ കൂട്ടത്തിലുള്ള മറ്റാരെങ്കിലും ആയിക്കോട്ടെ, അത് വിവേകമില്ലാത്ത നടപടിയാണ്. അത് തിരുത്തണം. അതുകൂടി ഷാഫി തിരുത്തിക്കണം. കാരണം ഷാഫി അവിടെ വളരെ പക്വതയോടുകൂടി ഇടപെട്ട് ഇത് നിങ്ങൾ എടുത്തു മാറ്റി ഉപയോഗിച്ചാൽ മതി, നടപടിക്രമങ്ങളുടെ ഭാഗമായാണ്. ഇനി ഉദ്യോഗസ്ഥരാണ് അങ്ങനെയൊക്കെ ബോർഡ് അടിച്ചുണ്ടാക്കി ഇതിൽ സ്ഥാപിക്കുന്നതെങ്കിൽ അവരും തിരിച്ചറിയേണ്ടത് മനുഷ്യരുടെ അന്തസ്സിനാണ് പ്രധാനം. ഇതൊക്കെ സർക്കാർ ഫണ്ടായിരിക്കുമല്ലോ, സ്വാഭാവികമായും അർഹതപ്പെട്ട ആളുകൾ കൊടുക്കുമ്പോൾ മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അത് നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിലായിക്കോട്ടെ, രാഷ്ട്രീയ നേതൃതലങ്ങളിലായിക്കോട്ടെ, മനുഷ്യാന്തസ്സിനെ, ഒരാൾക്കത് കിട്ടുമ്പോൾ ഒരു ഔദാര്യം പറ്റുന്നു എന്ന ചിന്ത അയാൾക്കുണ്ടാകാൻ പാടില്ല. ആ മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ബ്രാൻഡിങ് ആവേണ്ട സ്ഥലങ്ങളിലാവാം, അല്ലാത്ത ഇടങ്ങളിൽ ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇവിടെ ഷാഫി പറമ്പിൽ ഒരു മാതൃക, അദ്ദേഹം അപ്പോൾ തന്നെ അത് പറയുകയും ആളുകളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെയുള്ള ഒരു ലീഡറാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ഇതൊക്കെ അന്തസ്സ് കെട്ട പണിയാണ് എന്ന് അവർ ബോധ്യപ്പെടണം. അത് ഇത്തരം ജനപ്രതിനിധികൾ അവരെ ബോധ്യപ്പെടുത്തണം. ജനം അത് തിരിച്ചറിയണം. ഇങ്ങനെ മനുഷ്യാന്തസ്സിനെ വില കൽപ്പിക്കാത്ത പണി ഉണ്ടാവരുത്. അത്തരം ബ്രാൻഡിങ്ങുകൾ ഏത് സ്ഥലത്ത് വെക്കണം, വെക്കണ്ട എന്നൊരു വകതിരിവ്, വിവേകം അത്തരക്കാർ പ്രകടിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. വീണ്ടും കാണാം.